എടുക്കട്ടെ ഇത് നോക്ക് എടുക്കട്ടെ കണ്ടിക്കണോ സാറേ? വേണ്ട, പെണ്ണുപിള്ള കണ്ടിച്ചോളൂ. ആ പെണ്ണുപിള്ള കണ്ടിക്കാൻ പിടിക്കാണെങ്കിൽ മറിയ കണ്ടിക്കണില്ലേ? ഒഞ്ഞോട്ടെ സാറേ. അതിലുണ്ട് ചൂലുണ്ട്. കൂടിപ്പോയാ അതിലുണ്ട് ചൂലുണ്ട്. വാ വാ. ആ സാറേ ഫോട്ടോ വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. ആ നോക്കിയിട്ട് പറയേ ഏത് മീൻ വേണോന്ന്. ഗൂഗിൾ പേ ചെയ്താ മതി. ആ വാ സാറേ. സാറിന് എന്നതാ വേണ്ടത്? എന്നതാ വേണ്ടതെന്ന് ചോദിച്ചാ തരുവോ? ഉള്ളതാണെങ്കിൽ തരും. ഉള്ളതാണെങ്കിൽ തരണം. സാറ് ഇന്ന് കുഴയാതെ മീൻ എടുക്കണ എടുത്തിട്ട് പോ. എനിക്ക് പറ്റിയ മീനൊന്നും നിന്റെ തട്ടലില്ല വെച്ച. ദേ സാറേ, ഒരുമാതിരി കഴപ്പണം കെട്ട വർത്താനം പറയല്ലേ ഏട്ടാ. ഈ തട്ടയിലില്ലാത്ത ഒരു മീനേ ഉള്ളു, തിമ്മിങ്കലം. നിനക്ക് മീനറിയാൻ പാടില്ലാത്തതിന് ഞാൻ എന്നാ ചെയ്യാനടി? ഈ കടലിൽ കിടക്കുന്ന മീനുകൾ എത്രയാന്ന് നിനക്കറിയോ? ഈ കടപ്പുറത്ത് കിടക്കണ എന്നേക്കാൾ നിശ്ചയം കാറിനകത്ത് കിടക്കണ സാറിനുണ്ടാ. ഉണ്ടെങ്കിൽ എന്നാ സാറേ, ഞാൻ പറയണ അത്രയും മീനുകളുടെ പേര് പറയാവാ. നീ പറയുന്നതിന്റെ ഇരട്ടി പേര് പറഞ്ഞാലോ? മറിയേട്ടിയായി, സിസിലേറ്റിയായി, ഈ സാറ് മീനുകളുടെ പേര് പറഞ്ഞ് കളിക്കാൻ വെല്ലുവിളിക്കണ്. അത് നമ്മളെ കളിച്ചാ എന്ത് തരുമെന്ന് ചോദിക്കണില്ലേ? അല്ല എന്ത് തരും? 2000 രൂപ. ഞാനാ ജയിക്കുന്നെങ്കിൽ ഈ നെയ്മീൻ എനിക്ക് ഫ്രീ. സമ്മതം. തുടങ്ങാം. ആ. അയല, മത്തി, ആവോലി, നെത്തോലി, കണ്ണാർ, കല്ലുകടിയൻ, കാല, കിളിമീൻ, പറവ, ശീലാവ്, വാള, വരാൽ, കോലൻ, കൂരി, കാരി, കണവ, ചെമ്മീൻ, നത്തല്, കൊഴുവ, സേറ്റുവ, കൊടുവ, മീല, തിരുതക്കൊടിയൻ, ഓലക്കൊടിയൻ, ചിണ്ട, ഈല, ഊലി, പിലാഞ്ചൻ, ഗാല, കെറ്റ്ല, തോപ്പ്, പൂമീൻ, കുറിച്ചി, പള്ള, കോഴിമീൻ, നവര, റാണി, ഉണ്ണിമേരി, കണ്ടം, പീയട, ഞണ്ട്, തൊണ്ടി, അവനൂസ്, വനഞ്ചില്, കാടുവ, ഇരി, ചിങ്ങവാല്, കാറ്, ഡിസ്കോ, ഒബാമ, വിടയൻ, മുറിഞ്ഞമീൻ, പുളുവ, മനക്കം, കറുപ്പൻ, കണ്ണമ്പു, ചെമ്മയു, മണ്ട, കിളിര്, മാന്തള്, വള്ളിപ്പുമി, പൊടിമീൻ, മുള്ളൻ, തിരണ്ടി, കാളാഞ്ചി, ചിപ്പി, കണ്ണാടി, വട്ടം, മാത്തം, പോത്തൻ, ദിലീഷ് പോത്തൻ. ലില്ലിയുടെ പെടപ്പ് മാറിയല്ല മറിയേ? മാറി. എന്താ സർ? ആരുടെ ഗിരീഷ് ആറ്റിങ്ങല്? ഇതോ ഇരിക്കുന്നു. അതാണ് സർ. ഇതെനിക്ക് പറ്റിയ പണിയല്ല. അവനാണോ? അതെ സർ. ഇത് പൊളി സാർ. ഓ, ഞാൻ SI ജയദേവൻ. പുരുഷോത്തമൻ സാറ് പറഞ്ഞിട്ട് വന്നതാണ്. അത് താനാണോ? ആ, കോസ്റ്റ്യൂം പറഞ്ഞിട്ടുണ്ട് സാർ. കൊടുക്ക് സാർ. ആ കോസ്റ്റ്യൂം വണ്ടിയുടെ സൈഡിൽ ചെന്നാൽ മതി. കോസ്റ്റ്യൂം അവിടെ റെഡിയാണ്. അവിടെ ആ വണ്ടിയുടെ അവിടെ. സാർ, ഒരു സംശയം ചോദിച്ചോളൂ. ഞാൻ എൻ്റെ ക്യാരക്ടറിന് വെക്കാൻ പറ്റിയ ഒരു വിഗ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് എവിടെയെങ്കിലും നമുക്ക്... സാർ അതൊന്നും വേണ്ട. സാർ അങ്ങോട്ട് ചെന്നാൽ മതി. കോസ്റ്റ്യൂം അവിടെ കണ്ടാൽ മതി. സുരേഷ്, ഇവനെയൊക്കെ കഴപ്പൊന്നല്ലാതെ എന്ത് പറയേ. ഇങ്ങനെ അങ്ങ് പിടിച്ചാൽ മതി. കുഴപ്പമില്ല. ഇന്ന് കുഴപ്പമില്ല. എടുക്കാം. സാർ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ
എടോ നായകൻ രണ്ടുപേരും ഒരുമിച്ച് വിളിക്കണം. നമസ്തേ സാർ. ഈ മൊബൈലൊക്കെ മാറ്റി പിടിച്ച്. അതായത് ഈ ചായക്കടക്കാരനാണ് ചായ ചോദിക്കുന്നത്. ചായ ചോദിക്കുന്നതിൻ്റെ ഒരു പുള്ളി അവിടെ നിന്ന് വരാണോ അത് ഇവിടെ നിന്നാണോ? പുള്ളിയെ ഞാൻ വിളിച്ചല്ലോ, വന്നു. അപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞ് ചായ ചോദിക്കും. ഞാൻ പറയുന്നത് കേട്ടാൽ മതി കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കൊരു മിഡിലേക്ക് പോവാം. ക്യാമറ റെഡി അല്ലേ? റെഡി റെഡി. സാർ അത് ഞാനേ ഒരു ചായ കൊടുക്കുമല്ലോ, അപ്പോൾ ഏത് എക്സ്പ്രഷൻ ഇടണം? തനിക്ക് ഏതൊക്കെ എക്സ്പ്രഷൻസ് അറിയാം? നവരസങ്ങളിൽ 7 കാണാൻ അറിയാം? ഇല്ല. ആക്ഷൻ. ഒരു ചായ. നല്ല ഫീലെല്ലാം കുടിച്ചോ. കടി. ഇതിനു മുമ്പ് ചായ കുടിച്ചിട്ടുണ്ടല്ലേ? നന്നായി. അപ്പൊ അടുത്ത സീൻ എന്ന് പറഞ്ഞാലേ ചുമ്മാ നുള്ളാതെ എടുക്കട്ടെ. അല്ല സാർ, എനിക്കിനി എത്ര സീനുണ്ടെന്ന് അറിയാനേ, അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോകേണ്ടതുകൊണ്ടേ. സാറിന്റെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സീനാ അപ്പം കഴിഞ്ഞത്. പറഞ്ഞാലും തിരിയില്ല. ഇയാളെയൊക്കെ റെഡി റെഡിയാവും. ഈ പാഴുകളെല്ലാം വന്നടിയുന്നത് എൻ്റെ നെഞ്ചത്താണ്. സാർ വണ്ടി എടുക്കും. സാറിന്റെ അഭിനയം കണ്ടു, എന്തൊരു വികാരമാ. നീ അങ്ങ് ഉണ്ടാക്കല്ലേ. അവിടെ സ്റ്റേഷനിൽ പാറാൻ വെക്കുന്ന ആരാ? അനീഷ സാറേ. അവനത്ര ശ്രദ്ധ പോരാ അല്ലേ? ശരിയാ സാറേ, ഇത്തിരി ശ്രദ്ധ കുറവുണ്ട്. എന്നാ പിന്നെ ഇന്ന് മുതൽ നീ നിന്നാ മതി. അതാകുമ്പോ നല്ല ശ്രദ്ധ ഉണ്ടാവുമല്ലോ. സാറേ നീ നേരെ നോക്കി വണ്ടി ഓടിക്കടാ. കോലം ചേട്ടാ, എന്താടാ ഈ നെമ്മീന് 3000 രൂപയാവും. കോപ്പാണ്. ദൈവത്തിനറിയാം ഇതിന് 300 ആണോ 3000 ആണെന്ന്. പറയുന്നത് അച്ചായനല്ലേ? ഈ മഹേഷിന്റെ കല്യാണം എന്നല്ലയോ പറഞ്ഞ അരുണേ? അതാ ചായ വരുന്ന 10-ന്. മുൻകാല പരിചയം വല്ലതും ഉണ്ടോ? ഇല്ല, എനിക്കതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട്. ഈ കോച്ചിന് എന്നാ വയസ്സ് കാണും? ഡിഗ്രി കഴിഞ്ഞേ ഉള്ളൂ. മഹേഷ് ഈ ഓഷയെ പറ്റി വായിച്ചിട്ടുണ്ടോ? കോലം ചേട്ടാ, എന്താടാ ഈ ഓഷ്കോയും കല്യാണം തമ്മിൽ എന്താ ബന്ധം? ഷക്കീലും കല്യാണം തമ്മിൽ എന്താ ബന്ധം? അത് തന്നെയാണ് ഓസ്കോയും കല്യാണം തമ്മിൽ. ലൈംഗികത അതറിഞ്ഞവന് വെറും മധുരം, അതറിയാൻ മേലാത്തവന് അതിമധുരം. പിടികിട്ടിയോ? എനിക്ക് പിടികിട്ടി. നിനക്കിന്ന് കിട്ടും. മഹേഷിന് മനസ്സിലായോ? അത്രേ ഉള്ളൂ. സെക്സ് ഒരു ബന്ധമായി മാറുമ്പോൾ ബന്ധനമായി തീരും. അതൊരവസ്ഥയായി മാറുമ്പോൾ സ്വാതന്ത്ര്യമായി തീരുന്നു. ഭോഗം ധ്യാനം പോലെ ഒരു മനോഹരമായ അവസ്ഥയാണ്. ഇല്ലടെ മീനൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ ആടെന്തെല്ലാണെന്ന് വിഷയം പറയാറാ? അതെയാ, കല്യാണം ഉണ്ടാ? ശോഭനെ ചോറ്. കല്യാണം കഴിക്കാനെല്ലാം ആയല്ലേ? ഓളെ പഠിപ്പെല്ലാം കഴിഞ്ഞിനേനുവാ. ഈനടക്ക് ഇളയമേന്റെ പിള്ളേർ പോയെടുത്ത് കൊറേ ഫോട്ടോ വീഡിയോ എല്ലാം അയച്ചു തന്നിനപ്പാ. അങ്ങനെ കാണലെന്നെ, അല്ലാണ്ട് ഇന്നപ്പാ ചെയ്യല്. എത്രയായപ്പോ നാട്ടിൽ വന്നിട്ട് ഒരു കല്യാണം കൂടി. ഇനിയിപ്പോ പാവയ്ക്ക കൊണ്ടാട്ടും തക്കാളി പുളിശ്ശേരിയും വരും. ആ മോള് പിന്നെ സ്കൂളിലും പോന്നല്ലേ അപ്പാ? ഞാൻ വരുന്നുണ്ടപ്പാ, അടുത്ത ആഴ്ച വരുന്നുണ്ട്. എന്നാ പിന്നെ വന്നിട്ടാണ് കേട്ടാ. ശരി. അഭിനയം കലക്കീനി. ഒന്നിക്കല് ചായപ്പൊടിയക്കാരെ, അല്ലെങ്കിൽ പിച്ചക്കാരെ, അതും അല്ലെങ്കിൽ യൂണിഫോം ഉള്ളതുകൊണ്ട് പോലീസുകാരെ. ഇതല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് വേഷം കിട്ടാനാന്ന്? എനിക്ക് കിട്ടിയാൽ തന്നെ ഈ മുഖത്തെന്തൊക്കെ വരുവാ? നിങ്ങളെല്ലാം അഭിനയിക്കാൻ വിളിക്കുന്നോ ഞാൻ ആദ്യം തച്ചു കൂട്ടണ്ടേ? കിട്ടിയ പണി മര്യാദക്ക് ചെയ്യാൻ നോക്ക് മനുഷ്യ. അച്ഛൻ സർവീസിലിരുന്ന് മരിച്ചോണ്ട് ഇപ്പണിയെങ്കിലും കിട്ടി, അല്ലെങ്കിൽ അതും ഗോവിന്ദ. മംഗലം കഴിക്കുന്ന സമയത്ത് ആ ബ്രോക്കർ തണ്ടി പറഞ്ഞ ഡയലോഗ്, കൊച്ചിയിലൊരു എസ് എന്ന് പറഞ്ഞ ആരാ? ഭാരി ഭാരി കൂട്ടാന്ന്. ഭാരി കൂട്ടി സ്വന്തം ഉണ്ട പോലെ സൂക്ഷിക്കാൻ കഴിയാത്തവന്മാരാണ് ഇപ്പൊ പോലീസിൽ. അമ്മേ, എനിക്കും ചോറ്. തരാം. അച്ഛാ, അപ്പൂപ്പൻ ചെത്തോണ്ടാണോ അച്ഛൻ ജോലി കിട്ടിയേ?
അപ്പൊ അച്ഛൻ ചെത്ത എനിക്കും ജോലി കിട്ടോ? ആ കിട്ടോടി. ഇതേ പോക്കാന്നെങ്കിലും നീ വേഗം തന്നെ SI ആവും ചെയ്യും, ഞാൻ ജയിലിലും പോകും. ആണോ അച്ഛാ?